നിങ്ങളെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മേ ബി ചിലപ്പോൾ നിങ്ങളെ സെൽഫിലേക്കാണ് നോക്കി കാണാൻ പറ്റും. ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാരായിരിക്കും. എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ബട്ട് ഒന്നും ഇട്ടങ്ങോട്ട് ആവുന്നില്ല. അതിനുവേണ്ടി ഒന്നും നമ്മൾ മെനക്കെടാൻ നമ്മൾ റെഡി ആവുന്നില്ല. നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരെ ബേസിക്കലി ഡേ ഡ്രീമേഴ്സ് എന്ന് വിളിക്കാം. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു ഈ ഒരു ഡേ ഡ്രീമിംഗ് എന്നുള്ള സംഭവം. അപ്പോൾ ഈ ഒരു ഡേ ഡ്രീമിങ് ചെയ്യുന്ന ആൾക്കാരും നമ്മൾ ആക്ഷൻസ് എടുത്തിട്ട് അല്ലെങ്കിൽ ആക്ഷൻസ് ടേക്കേഴ്സ്, പ്രവൃത്തികളിലേക്ക് ഇറങ്ങിയിട്ട് കാര്യങ്ങൾ നേരിട്ട് ചെയ്യുന്ന ആൾക്കാർ തമ്മിലുള്ള മേജർ ഡിഫറൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഈ ഡേ ഡ്രീമിംഗ് എന്നുള്ള ആ ഒരു വലിയൊരു ട്രാപ്പിൽ നിന്ന് നിങ്ങൾക്ക് നേരെ ആക്ഷൻ ടേക്കേഴ്സ് എന്നുള്ള റിയൽ വേൾഡിലേക്ക് വരാൻ പറ്റും. സോ ഞാൻ ഓൾമോസ്റ്റ് ഒരു 5 മേജർ ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക, അത് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതിലാണ് നിങ്ങൾ ചേഞ്ച് കൊണ്ടുവരുന്നത്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. ഇതിന് ശേഷം ഞാൻ ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്, എങ്ങനെ നമുക്കൊരു പ്രോപ്പർ ആക്ഷൻ ടേക്കർ ആകാം എന്നുള്ളതിൻ്റെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു കാര്യം കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കൂടി എന്താക്കാം ഒന്ന് കാണാം. ഓക്കെ, സോ നിങ്ങളോട് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നിഷാൽ എന്നാണ്. മൈൻഡ്, മണി, മാനർ, മൂവ്മെൻറ്റ്, ഈ 4 കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ സംസാരിക്കുന്നുണ്ടാവുക. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ബിഗിൻ. ഈ ഡേ ഡ്രീമിംഗ് ചെയ്യുന്ന ആൾക്കാരും ആക്ഷൻ ടേക്കേഴ്സും തമ്മിലുള്ള ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവരെ പ്ലാനിങ്ങിലാണ്. അതായത് ഒരു ഡേ ഡ്രീമിംഗ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഹവേഴ്സ് അവരെന്തെങ്കിലും കൊടുക്കും, പ്ലാനിങ്ങിൽ സ്പെൻഡ് ചെയ്യും. അതായത് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, അതിനെന്തൊക്കെ ചെയ്യണം, ABCD എന്ന് പറഞ്ഞിട്ട് Z വരെയുള്ള എല്ലാ കാര്യങ്ങളും വെറുതെ ഇരുന്ന് കുറേ ഹവേഴ്സ് അതിൽ സ്പെൻഡ് ചെയ്യും. ബട്ട് നേരെ മറിച്ച് ഒരു ആക്ഷൻ ടേക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവർ എന്താണോ അതിന് മേജറായിട്ട് വേണ്ടി ആ കാര്യം ഒപ്പിക്കുക, നേരെ ആക്ഷനിലേക്ക് കിടക്കുക. അതായത് 1 മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ട് തുടങ്ങുക എന്നുള്ളൊരു കോൺസെപ്റ്റിന് പകരം ഇവർ 1 കിട്ടിക്കഴിഞ്ഞാൽ 1 ആക്ഷനിലേക്ക് എത്തിക്കുക, 2 കിട്ടിക്കഴിഞ്ഞാൽ 2 ആക്ഷനിലേക്ക് എത്തിക്കുക. ഇങ്ങനെ ഓരോ സ്റ്റെപ്സായിട്ട് ഇവരെന്താക്കും, ആക്ഷൻ ചെയ്ത് ഓരോന്ന് അച്ചീവ് ചെയ്തെടുക്കുക ചെയ്യുക. പക്ഷേ ഡേ ഡ്രീമേഴ്സ് എന്ന് പറയുന്നത് അതിലുള്ള A to Z കാര്യങ്ങൾ കണ്ടെത്തിയതിന് ശേഷം എന്നിട്ട് ഓരോന്ന് ചെയ്യാൻ നോക്കുക. അപ്പോഴത്തേക്ക് നമ്മളെ മോട്ടിവേഷനും നമ്മളെ എനർജിയും ഒക്കെ ലോസായി പോയിട്ടുണ്ടാവും. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളതെന്താക്കും, ഡ്രോപ്പ് ചെയ്യും. ബട്ട് ആക്ഷൻ ടേക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഇവർ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് കിട്ടുന്ന സമയത്ത് അതും വരികയും ചെയ്യും. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് നിങ്ങൾ അച്ചീവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മോട്ടിവേഷനും ഡ്രൈവും എനർജിയും കൂടാണ് ചെയ്യുക. സോ ആക്ഷൻ ടേക്കേഴ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ഡിഫറൻസ്, അവർ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ആലോചിച്ച് നിൽക്കുക, പ്ലാൻ ചെയ്ത് നിൽക്കുക, എല്ലാവരും ഡിസ്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവം അവർക്കില്ല. രണ്ടാമത്തെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഡേ ഡ്രീമേഴ്സിൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള പ്രശ്നമാണ്, ഞാനും കുറേ കാലം ഫേസ് ആയിട്ടുള്ള പ്രശ്നമാണ്, ആരെങ്കിലുമൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ കൂടെ വേണം. അത് മേ ബി ചിലപ്പോൾ നമ്മളെ സ്പൗസ് ആവാം, അല്ലെങ്കിൽ നമ്മളെ പാരൻസ് ആവാം, അല്ലെങ്കിൽ നമ്മളെ കൊളീഗ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, ഇനി ഈവൻ യൂട്യൂബ് വീഡിയോസ് ആവാം. ഇവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്ത് കിട്ടണം, മോട്ടിവേഷൻ കിട്ടണം. മോട്ടിവേഷൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം. എന്നാലേ ഇവർക്ക് എന്തെങ്കിലും സാധനം ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ചെയ്തിങ്ങനെ ഡൗൺ ആകുമ്പോഴത്തേക്കും എടാ അതൊക്കെ പോയാടാ അങ്ങനെ പറയുമ്പോഴത്തെ ആൾ വന്നിട്ട് എന്താക്കണം, പിന്നെ മോട്ടിവേറ്റ് ചെയ്യണം. പിന്നെ ഇങ്ങനെ 2 ദിവസം വർക്ക് ചെയ്യും, പിന്നെ ഇങ്ങനെ ഡൗൺ ആയിപ്പോകും, അതൊന്നും ശരിയാവില്ലടാ. അപ്പോൾ അടുത്ത ആൾ വന്നിട്ട് മോട്ടിവേറ്റ് ചെയ്യണം. ഇങ്ങനെ മോട്ടിവേഷനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഡേ ഡ്രീമേഴ്സിൻ്റെ വലിയൊരു പ്രശ്നമാണ്. നേരെ അതൊരു ആക്ഷൻ ടേക്കർ ആണെന്നുണ്ടെങ്കിൽ അവരാദ്യം തന്നെ ചെയ്യുക, അവരെ പ്ലാൻ അല്ലെങ്കിൽ അവർ ആ ഐഡിയനെ ഒരു ഓരോ സിസ്റ്റമാക്കി മാറ്റും. ഒരു സിസ്റ്റം അവർ ആ ഒരു പ്ലാനിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് ഒരു ബിൽഡ് ചെയ്യും. അതിനൊരു റൂട്ടീൻസ് ബിൽഡ് ചെയ്യും. എന്നിട്ട് ആ റൂട്ടീൻസ് 1 by 1 ആയിട്ട് അവർ തീർക്കും. അപ്പോൾ അവർക്ക് അവിടെ മോട്ടിവേഷൻ ഓട്ടോമാറ്റിക്കലി വരും. നേരത്തെ പറഞ്ഞില്ലേ, അതായത് നമ്മൾ ഓരോ സ്റ്റെപ്സ് തീർക്കുന്ന സമയത്ത് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റൂട്ടീൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ടീൻസ് കറക്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സെൽഫ് മോട്ടിവേഷൻ വന്നോളും. നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നില്ല. സോ ഇതാണ് രണ്ടാമത്തെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളൊരു തെറ്റാണ്, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞ് പാടി നടക്കും. അതായത് ഞാൻ എന്തെങ്കിലും സംഭവം പ്ലാൻ ചെയ്യാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പോവാണ്, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവാണ് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞെടുക്കും. അത് പറഞ്ഞെടുക്കുന്ന വേറെ ഒന്നുമല്ല, അവരെ അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതിനെ ചെയ്യുന്നത് വെച്ചാൽ അവരെ സജഷൻസ് കിട്ടാനും അല്ലെങ്കിൽ അവരെ അഭിപ്രായങ്ങൾ കിട്ടാനും അതിങ്ങനെ എന്തെങ്കിലും കാട്ടാനും അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ ടൈം ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ച് നമ്മൾ വേസ്റ്റ് ചെയ്യും. നേരെ മറിച്ച് ഒരു ആക്ഷൻ ടേക്കർ ആണെന്നുണ്ടെങ്കിൽ അവർ കുറേ സംസാരിക്കുന്നതിന് പകരം നമ്മൾ ആദ്യം പറഞ്ഞ സെയിം സ്റ്റെപ്പ് എക്സിക്യൂഷൻ, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് എന്താക്കും, ചെറുതാണെങ്കിലും അവർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമ്മളിവിടെ ഇങ്ങനെ കുറേ നേരം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ആക്ഷൻ ടേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെന്താക്കും, പെട്ടെന്ന് ചെറുതെങ്കിൽ ചെറുത് അവർ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ സംസാരം നടക്കുന്ന സമയത്ത് ഇവരിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് ഞാൻ ഡിഫറൻസ് പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 2 ഫ്രണ്ട്സുകൾ യൂട്യൂബ് ചാനൽ തുടങ്ങാണെന്ന് നോട്ടിക്കാം. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഭയങ്കര ആഗ്രഹത്തിൽ നിൽക്കണമെന്ന് നോട്ടിക്കാം. അതിൽ ഒരാളെന്ന് പറഞ്ഞത് ആ ചാനലിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതിൻ്റെ ലോഗോ അത് ഇങ്ങനെ ഇരുന്ന് ഫുൾ പ്ലാൻ ചെയ്യാണ്ട് കുറേ ഡിസ്കഷൻ നടത്താൻ അങ്ങനെ ചെയ്യാണ്. മറ്റാൾ നേരെ എന്താക്കാണ്, കണ്ടൻറ്റ് സെറ്റാണ്, നേരെ ക്യാമറ എടുക്കുന്നത്, സംസാരിക്കുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു ടൈപ്പാണെന്ന് നോട്ടിക്കാം. ഇതിൽ ഏറ്റവും പെട്ടെന്ന്
റിസൾട്ട് വരാനുള്ള ചാൻസ് ആർക്കും കൂടുതൽ? നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടോ നല്ല ക്വാളിറ്റി സാധനം കിട്ടുമല്ലോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്താലെന്നാവും അല്ലേ? ബട്ട് അങ്ങനല്ല. നമ്മൾ എത്രയും പെട്ടെന്ന് സാധനം യൂട്യൂബിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടുന്നോ അത്രയും പെട്ടെന്ന് നമ്മൾ സക്സസ് ആവാം. സോ നമ്മൾ ചെറുതെങ്കിൽ ചെറുത് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് കൺസിസ്റ്റൻ്റ് ആവുക, സ്റ്റേ കൺസിസ്റ്റൻറ്റ്, കറക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുക. നമ്മൾ കുറേ സംസാരിച്ച് ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കുക. ഈ ഡേ ഡ്രീമേഴ്സിൻ്റെ അടുത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവരെപ്പോഴും മറ്റുള്ള ആൾക്കാർ എന്ത് പറയും, അവർ ഞാനെന്ത് ചെയ്ത് എന്ത് ചിന്തിക്കും, ഇതിനെപ്പറ്റി ഭയങ്കര വറീഡായിരിക്കും. അതൊരു യൂട്യൂബിന് എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു യൂട്യൂബ് വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നവൻ കളിയാക്കും, ഇന്ന ആൾക്കാർ എന്തായിരിക്കും എന്നെപ്പറ്റി വിചാരിക്കുക, അവനെന്തായിരിക്കും എന്നെപ്പറ്റി ജഡ്ജ് ചെയ്യുക, ഇങ്ങനത്തെ കുറേ ചിന്തകളായിരിക്കും തലയിലുണ്ടാവുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡിയ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കുന്നു ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ അവിടെ ആലോചിക്കുള്ളൂ. കാരണം 100% നിങ്ങൾക്ക് ആരെയും ഹാപ്പി ആക്കാൻ അല്ലെങ്കിൽ 100% ആരെയും നിങ്ങൾക്ക് നന്നാക്കി കൊണ്ടുപോകാൻ ഒരിക്കലും കഴിയില്ല. എന്തായാലും ഏതൊരാൾ ഒരാൾ നിങ്ങളെ ജഡ്ജ് ചെയ്യും. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും നല്ലൊരു കാര്യം ചെയ്താൽ പോലും അതിനെ തെറ്റ് പറയുന്ന ആൾക്കാർ എന്തായാലും ഉണ്ടാവും. സോ ഇത് മനസ്സിലാക്കിയ ആൾക്കാരാണ് ആര്? ആക്ഷൻ ടേക്കേഴ്സ് എന്നത്. ഇവരെന്താ ചെയ്യുക വെച്ചാൽ പണി തുടങ്ങിയിട്ട് അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് വരികയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് സജഷൻസ് തരികയാണെന്നുണ്ടെങ്കിൽ ആ സജഷൻസ് റിയലാ തോന്നുകയാണെങ്കിൽ ജെനുവിനാ തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് അവരുടെ ആക്ഷൻസിൽ എന്താകും ചെറിയ ചേഞ്ചസ് വരുത്തും. അല്ലാണ്ട് ഇവരെന്ത് പറയുന്ന ആലോചിച്ചിട്ട് വെറുതെ സമയം വേസ്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഇതൊരു വലിയ ഡിഫറൻസ് ആണ്. ഇവിടെ ആലോചിച്ച് സമയം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം ആക്ഷൻ ടേക്കേഴ്സ് എന്താ ചെയ്യുക, ആക്ഷൻ എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്സ് ബാക്കിയുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ, ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിലെ ബെറ്റർ കാര്യങ്ങൾ എന്താക്കും മാറ്റം വരുത്തുകയാണ് ചെയ്യുക. ഇതാണ് മേജർ 4th ഡിഫറൻസ് എന്ന് പറയുന്നത്. 5ാമത്തെ ഫൈനൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഡേ ഡ്രീമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരെ റിസൾട്ടിലാണ് അല്ലെങ്കിൽ എൻഡ് റിസൾട്ടിലാണ് അവരെപ്പോഴും ഫോക്കസ്ഡ്. ഇത് വരുമ്പോൾ ഒരു പ്രശ്നം എന്താ പറഞ്ഞിട്ട്, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ആദ്യം എക്സ്പെക്ട് ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ടാണ്. ചിലപ്പോൾ ഞാൻ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ യൂട്യൂബറില്ലേ, ആ യൂട്യൂബറിൽ ഫസ്റ്റത്തെ ആളെന്ന് പറഞ്ഞത് ചിലപ്പോൾ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ എക്സ്പെക്ട് ചെയ്യും എനിക്ക് 1 മില്യൺ അടിക്കണം, എനിക്ക് കുറേ സ്പോൺസർഷിപ്പ് വേണം, എനിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കണം, കോടികൾ ഉണ്ടാക്കണം, മറ്റുള്ള ആൾക്കാർ വീടും കാറും വാങ്ങുന്ന പോലെ തന്നെ എനിക്കും ഉണ്ടാക്കണം. ഇതായിരിക്കും അവരുടെ മൈൻഡിൽ ഉണ്ടാവുക, അവർ എൻഡ് റിസൾട്ട് ഉണ്ടാവുക. ബട്ട് യൂട്യൂബ് എന്ന് പറയുന്നത് ഈ ഒരു ജേണി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു സാധനമല്ല. ഇതിലിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെറുതായാലും ആക്ഷൻസ് എടുത്ത് പോയി മെല്ലെ റിസൾട്ടിലേക്ക് എത്തുന്നതാണ്. ബട്ട് ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒറ്റയടിക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്ന ആറ്റിറ്റ്യൂഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്തായാലും നമുക്ക് ഡീമോട്ടിവേറ്റഡ് ആവും, എനർജി ഡ്രെയിൻ ആവും, ഒക്കെ നമ്മൾ താഴത്തേക്ക് പോകുള്ളൂ. നേരെ മറിച്ച് ഇവിടെ ആക്ഷൻ ടേക്കേഴ്സ് എന്ന് ചോദിച്ചാൽ ഇവരെ ഡെയിലി ആക്ഷൻസിൽ അവർ ഫോക്കസ് ചെയ്യുക. ഇവരുടെ റിസൾട്ടിലല്ല ഫോക്കസ് ചെയ്യുക. ഇവരൊരു എയിം വെച്ചിട്ടുണ്ട്, ആ എയിമിലേക്ക് ഇവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ഡെയിലി ചെയ്യുന്ന കാര്യം കറക്റ്റാണോ, അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, അതിലെ റിസൾട്ടിലാണ് വേണ്ടി ഫോക്കസ് ചെയ്യുക. അല്ലാണ്ട് നമുക്ക് എൻഡിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിലല്ല അവരൊരിക്കലും ഫോക്കസ് ചെയ്യുക. ഈ ഒരു ഡിഫറൻസ് വന്നാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ 100x റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. ഈ ആലോചിച്ചിരിക്കുന്ന ആ ഒരു സ്വപ്നം, അല്ലെങ്കിൽ ഞാനൊക്കെ പണ്ട് ചെയ്തൊരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ. ഞാൻ +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ 2020 ഇപ്പോൾ നമ്മളെ ആ ഒരു വർഷം എൻഡ് ചെയ്തിട്ട് അടുത്ത വർഷത്തിലേക്ക് കടക്കുമല്ലോ, ഒരു ഡിസംബർ ലാസ്റ്റിലേക്കുള്ള ഡേറ്റിലേക്ക് ഞാൻ തുടങ്ങും. രാത്രി ചാർട്ടൊക്കെ എടുത്തിട്ട് മാർജിനൊക്കെ വരച്ച് ഇങ്ങനെ ആവണം അങ്ങനെ ആവണമെന്നൊക്കെ വരച്ചിട്ട് റൂമിൻ്റെ മുകളിൽ ഒട്ടിച്ചൊക്കെ വെക്കും. അത് ആ സമയത്ത് നമ്മൾ പല ആൾക്കാർ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ അതിനെക്കൊണ്ട് എന്ത് യൂസ് ഉണ്ടായിരുന്നു എനിക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല. അതിന് പകരം അന്നൊക്കെ യൂട്യൂബ് ചാനൽ അങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടും അന്നും ഒന്നും പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പല വീഡിയോസിനും റീച്ച് വരുന്നുണ്ട്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പല വീഡിയോസിനും 1 lakh വ്യൂസ് വരുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ കൺസിസ്റ്റൻസി എന്നുള്ളൊരു സംഭവം നമ്മൾ മനസ്സിലാക്കി, യൂട്യൂബിന് വേണ്ടിയത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്ന ആൾക്കാരാണെന്നുള്ള മനസ്സിലാക്കി ഞാൻ എൻ്റെ റിസൾട്ടിനേക്ക് നോക്കുന്നതിന് പകരം ഞാൻ എടുക്കുന്ന ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ ഇല്ലെന്നുള്ളത് നോക്കി അങ്ങനെ വരുമ്പോൾ തന്നെ ചെറിയ ചേഞ്ചസ് നമ്മുടെ ചാനലിൽ വന്നു തുടങ്ങുന്നുണ്ട്. ചാനലിൽ നിന്നല്ല ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളിലേക്ക് വന്നു തുടങ്ങുന്നുണ്ട്. സോ നിങ്ങളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഈ 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങളിൽ ഒരു ഡേ ഡ്രീമിംഗ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും നേരെ ഒരു ആക്ഷൻ ടേക്കേഴ്സിലേക്ക് മാറാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഈ 5 കാര്യങ്ങളാണ്. ഈ ഒരു ചേഞ്ച്, ഈ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഷിഫ്റ്റ്, അല്ലെങ്കിൽ നമ്മളൊരു ചിന്താഗതിൻ്റെ ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങളുടെ ലൈഫിൽ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ മനസ്സിൽ കണ്ട ഒരുപാട് സ്വപ്നങ്ങളും എല്ലാം നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ നിങ്ങളെല്ലാവരെയും ഞാൻ നല്ലൊരു ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നം കണ്ട എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നേടിയെടുക്കാൻ പറ്റുന്നത് നിങ്ങളെ ആത്മാർത്ഥമായൊരു വിഷയമാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും താഴ്ത്തുണ്ടാക്കുക. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴ്ത്തുണ്ടാക്കുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മളെ ചാനൽ എന്താക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ഒരു വീഡിയോ എന്തായാലും കാണണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.